ചാലക്കുടി അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ ഭൂരഹിതരുടെ ലിസ്റ്റിലുള്ള 9 ഏകാംഗ കുടുംബങ്ങൾക്ക് പദ്ധതി പ്രകാരം ഭൂമി നൽകാനാവില്ല എന്ന സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഈ കുടുംബങ്ങൾക്ക് കൂടി ഭൂമിയും വീടും നൽകിയ ശേഷമേ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാവൂ എന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇതിൽ ഉൾപ്പെട്ട പലരും വർഷങ്ങളായി പുറമ്പോക്കിലോ വാടകയ്ക്കോ താമസിച്ചു വരുന്നവരാണ്. ഏറ്റവും അർഹരായ ഇവരെ ഭൂമിയും വീടും നൽകുന്ന പദ്ധതിയിൽ നിന്നും ഒഴിവാക്കരുതെന്നും ഇത് അനുവദിക്കും വരെ ഇവരെ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യരുതെന്നും കൗൺസിൽ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഭൂരഹിതരായ 23 കുടുംബങ്ങളാണ് ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ളത്. ഈ മാനദണ്ഡത്തിലാണ് ഇവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഇതിൽ ഉൾപ്പെട്ടതാണ് 9 ഏകാംഗ കുടുംബങ്ങൾ. ബാക്കിയുള്ളവരിൽ ഭൂമി വേണ്ട എന്നറിയിച്ച 3 കുടുംബങ്ങൾ ഒഴികെ 11 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഭൂമി നൽകാൻ നടപടി ആയിട്ടുള്ളത്. കോട്ടയിൽ ഇറിഗേഷൻ വക പുറമ്പോക്ക് ഭൂമി ഈ 11 കുടുംബങ്ങൾക്ക് അനുവദിക്കാൻ കളക്ടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് തദ്ദേശ സ്ഥാപന പരിധിയിൽ ഉൾപ്പെടുന്ന 4 കുടുംബങ്ങൾക്ക് കൂടി ഇവിടെ ഭൂമി നൽകാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കണമെന്നും കോട്ട പ്രദേശത്ത് തന്നെയുള്ള 4 ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി അനുവദിക്കണമെന്ന കൗൺസിലർ എബി ജോർജിന്റെ നിർദ്ദേശം കൗൺസിൽ അംഗീകരിച്ചു. തീരുമാനം ജില്ലാ കളക്ടറെയും സർക്കാരിനെയും അറിയിക്കാനും തീരുമാനിച്ചു. കലാഭവൻ മണി പാർക്കിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചു നൽകാം എന്ന ഡിറ്റ ജലാറ്റിൻ കമ്പനിയുടെ ഓഫർ കൗൺസിൽ അംഗീകരിച്ചു. കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നും ഓപ്പൺ ജിം സ്ഥാപിക്കാൻ തുക അനുവദിക്കണമെന്ന നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇതിനുവേണ്ടിയുള്ള ചിലവ് 8.4 ലക്ഷം രൂപ അനുവദിക്കാനും പദ്ധതി നേരിട്ട് സ്ഥാപിച്ചു തരാനും കമ്പനി സമ്മതിച്ചത്. പാർക്കിലെ വാക്കിംഗ് ഏരിയയ്ക്ക് സമീപം തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായി ഓപ്പൺ ജിം സ്ഥാപിക്കാനും തീരുമാനിച്ചു. പാർക്കിൽ ക്യാൻറ്റീൻ ആരംഭിക്കുന്നതിനുള്ള ടെൻഡർ കൗൺസിൽ അംഗീകരിച്ചു. 36,600 രൂപ പ്രതിമാസ വാടകയ്ക്കാണ് ക്യാൻറ്റീൻ നടത്താൻ അനുമതി നൽകിയത്. രാവിലെ 5 മണി മുതൽ രാത്രി 8:30 വരെ പാർക്കിന്റെ പ്രവർത്തന സമയത്താണ് മുൻഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ലഘു ഭക്ഷണശാല ആരംഭിക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ എന്നിവയുടെ പരിശീലനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തെ യാർഡ് പാർക്കിങ്ങിന് സൗകര്യപ്പെടുത്താനും റോഡരികിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഫെൻസിംഗ് സ്ഥാപിക്കാനും ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള നിരക്കും കൗൺസിൽ തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ നഗരസഭ പദ്ധതിയിൽ സൗജന്യ പരിശീലനം നൽകും. മറ്റുള്ളവർക്ക് രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ വീതം പരിശീലനം നടത്തുന്നതിന് 1 മാസത്തേക്ക് 500 രൂപ ഫീസ് നിശ്ചയിച്ചു. മാനേജർ, വാച്ച്മാൻ, ശുചീകരണ ജീവനക്കാർ എന്നിവരെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമത്തെ കൗൺസിൽ അപലപിച്ചു. നീചമായ പ്രവൃത്തിയിൽ പ്രതിഷേധിക്കുന്നതായും ഇവരെ മോചിപ്പിക്കാൻ സത്വര നടപടികൾ ഉണ്ടാകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ ചെയർപേഴ്സൺമാരായ എബി ജോർജ്, VO പൈലപ്പൻ, UDF ലീഡർ ബിജു എസ് ചിറയത്ത്, ബിജി സദാനന്ദൻ, MM അനിൽകുമാർ, KV പോൾ, സൂസി സുനിൽ, റോസി ലാസർ, VJ ജോജി എന്നിവർ സംസാരിച്ചു.